സാർ, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. ഞാനെന്തായാലും അത് പെട്ടെന്ന് തന്നെ തിരിച്ചു തന്നോളാം. എനിക്ക് കുറച്ച് സമയം തന്നു. മനസ്സിലായി. നീ എന്റെ പണം തന്നില്ലെങ്കിലേ ഞാൻ വേറെ ഏർപ്പാട് ചെയ്യേണ്ടി വരും. സാർ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കും സാർ. സാർ, ഞാൻ സാറിന്റെ കാശ് എങ്ങനെയെങ്കിലും തിരിച്ചു തരും സാർ. പേടിക്കണ്ടടോ, ഞാനൊരു ബിസിനസ്മാനാ. ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞാൻ വേറെ ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. എടോ, എന്റെ പണം എന്തി? സാറേ, എനിക്ക് കുറച്ച് സമയം തരണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എനിക്കറിയാം താൻ ഇങ്ങനെ പറയൂന്ന്. നീ എന്റെ പൈസ പൂർണ്ണമായിട്ടും തരുന്നവരെ ഈ പെങ്കൊച്ചുണ്ടല്ലോ, പേര് പ്രിയ, അവളും ഇവിടെ തങ്ങും. നോക്ക് പ്രിയ, നിനക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലേ ഉടനെ എന്നെ വിളിക്കണം. എങ്കിൽ ശരി, ഞാൻ പോവാ. ബൈ. അകത്തേക്ക് വരും. വൃത്തി കെട്ടവനെ, നിനക്ക് എന്താടാ പ്രശ്നം? കൊറേ നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കുവാണല്ലോ. നീ ഫോൺ എടുക്കില്ലേ? നീ വാങ്ങിച്ച പൈസ പിന്നെ നിന്റെ തന്ത തരുവോ? പൈസ വാങ്ങിക്കുമ്പോ ഭയങ്കര ഒലിപ്പീരായിരുന്നല്ലോ. പക്ഷെ തിരിച്ചു വയ്ക്കുമ്പോ ഫോൺ എടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? കാശ് തിരിച്ചു കിട്ടാൻ വേണ്ടി 50 പ്രാവശ്യം നിന്നെ വിളിക്കേണ്ടതുണ്ടല്ലോ. പൈസ നിന്റെ അമ്മ എടുത്തു തരുവോ? തെണ്ടിപ്പാരിശ നായിന്റെ മോന്, നീ എന്റെ മുന്നിലോട്ടൊന്ന് വാ, ഞാൻ ആരാന്ന് കാണിച്ചു തരാം. അപ്പൊ എടാ വൃത്തികെട്ട നാറി, 20,000 തരാന്ന് പറഞ്ഞിട്ട് വെറും 10,000 കൊടുത്തു വിട്ടിരിക്കുന്നു. ബാക്കി പൈസ പിന്നെ നിന്റെ അമ്മ തരുവോടാ? ദാ നോക്ക്, ഇനി 2 ദിവസത്തിനുള്ളിൽ ആ 10,000 തിരിച്ചു തന്നില്ലെങ്കിലേ പിന്നെ നിന്റെ വീട്ടിൽ വന്ന് ഞാൻ കേറും. പട്ടിക്കഴുകറ മോനെ. നിനക്കെന്താ പ്രശ്നം? അത് പിന്നെ നിങ്ങൾ എന്തായി ചെയ്തോണ്ടിരിക്കുന്നത്? എന്തോ ചെയ്യുന്ന വെച്ചാ നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഞാൻ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാ.